ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കുന്നത് തമിഴ്നാട്ടുകാരുടെ ഒരു പലഹാരമാണ് കുഴിപ്പനിയാരം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് അരികൾ കുതിരാനായിട്ട് ഇട്ട് കൊടുക്കാം. അരി ഉഴുന്നും എല്ലാം ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് ഈ അരിയെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പച്ചരിയാണ്. നമ്മൾ ഇഡ്ഡലി ദോശയ്ക്കൊക്കെ എടുക്കുന്ന പച്ചരിയില്ലേ, അതൊരു കപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബിരിയാണി അരിയാണ്. ബിരിയാണി അരി ഇല്ലാത്തവർ ഇട്ട് കൊടുക്കേണ്ട. സാധാ നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന മാവില്ലേ, ആ മാവ് മതി. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത അരക്കപ്പ് ഉഴുന്ന്, ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുത്തുകൊണ്ട് വരണം. കഴുകിയെടുത്തുകൊണ്ട് വന്നു അരി കുതിരാനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഇതങ്ങ് അടച്ച് വയ്ക്കണം. ഒരു 6 മണിക്കൂറെങ്കിലും ഇത് അടച്ച് വെക്കണം, ഇത് കുതിരാനായിട്ട്. 6 മണിക്കൂറിന് ശേഷം ഞാനിത് തുറന്ന് നോക്കി. നമ്മുടെ അരിയും ഉഴുന്നും എല്ലാം നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ജാറിലേക്ക് ഈ അരിയെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനിയും ഒരു തവി ചോറിട്ട് കൊടുക്കാം. വെള്ള ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെള്ള ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു വെള്ള കളറിലിരിക്കും. നമ്മൾ കുത്തിരിച്ചോറ് ഇട്ട് കൊടുത്താൽ ഇച്ചിരി കളർ വ്യത്യാസം വരും. കുഴപ്പമില്ല, ആ അരി വെക്കുന്നവർ ആ ചോറിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്ന് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി ഇരിക്കുന്ന അരിയും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. ബാക്കി ഇരുന്നത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്ന് ഇനി ഇതെല്ലാം ഒന്ന് കലക്കി വയ്ക്കാം. ഈ ലൂസാണ് കിട്ടിയിരിക്കുന്നത്. ഈ ലൂസായിട്ടിരിക്കുന്ന കുഴപ്പമില്ല. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇത് കുറുവി വരും. നമുക്കിനി ഇത് അടച്ച് വയ്ക്കാം. രാവിലെ ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇതാ നമ്മുടെ മാവെല്ലാം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടിയേക്കുന്നത്. നമ്മൾ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇപ്പോഴേ കുഴിപ്പനിയാരം തയ്യാറാക്കാനുള്ള മാവ് എടുക്കാം. ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗളിന് ഒരു ബൗൾ മാവേ എടുക്കുന്നുള്ളൂ. ബാക്കി മാവ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്ക് ഈ മാവും കൂടെ ഇളക്കിയതിന് ശേഷം അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. ഒരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിന് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് കളറ് മാറി വരുമല്ലോ, നമ്മൾ ഉപ്പുമാവൊക്കെ തയ്യാറാക്കാനായിട്ട് താളിക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് ഇനി ഇതിലേക്ക് ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് വഴറ്റണ്ട, അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് ഞാൻ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിന് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും 1 ടേബിൾ സ്പൂൺ അളവിന് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്, അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്നും മാറത്തില്ല, അതുവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഒത്തിരി സമയം അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണ്ട. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതിയേ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാവില്ലേ, അതിലേക്ക് നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഞാൻ വേറെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. മാവിരുന്ന പോലെ തന്നെ ഞാനിതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കുഴിപ്പനിയാരം ശരിയായി കിട്ടത്തില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തിട്ട് ഇനി
2 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ഉണ്ണിയപ്പച്ചട്ടി എടുക്കാം. ഞാൻ ഉണ്ണിയപ്പച്ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുഴിയിൽ പകുതി അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒഴിച്ചു കൊടുക്കുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. ഇനി നമുക്ക് ഓരോ കുഴിയിലേക്കും ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. ഞങ്ങളുടെ കൂടെ ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു. അവരെന്നും വൈകുന്നേരത്ത് ഇതുപോലെ തയ്യാറാക്കി കഴിക്കുന്നത്. അങ്ങനെയാണ് ഞാനും തയ്യാറാക്കി കഴിച്ചു. അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കുക. എളുപ്പമാണ് ഇത് തയ്യാറാക്കാനും. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി ഒരു വശം വെന്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. വെന്തില്ലെങ്കിൽ തിരിച്ച് മറിച്ച് നമുക്ക് ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫാമിലിയിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാം ഞാനിതാ തിരിച്ചിട്ട് കൊടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലതായിട്ട് മൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കേട്ടോ. കണ്ടോ, ഞാനെല്ലാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല മൊരിച്ചെടുത്ത്. ഒരെണ്ണം ഞാനിപ്പോൾ എടുത്ത് കാണിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കറിയായിട്ട് വെള്ള ചമ്മന്തിയിൽ പൊട്ടുകടലയൊക്കെ അരച്ച ആ ചമ്മന്തി കൂട്ടിയാണ് കഴിക്കുന്നത്. ബാക്കി ഇരിക്കുന്നതും നമുക്ക് തയ്യാറാക്കാം. ആദ്യം എണ്ണ ഒഴിക്കുക, അതിനുശേഷം മാവ് ഒഴിച്ച് കൊടുക്കുക, തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കുഴിപ്പണിയാരം ഇവിടെ റെഡി. ഇനി പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.